الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية طعام مسكين، فمن تطوع خيرا فهو خير له، وأن تصوموا خير لكم إن كنتم تعلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. എന്താണ് റമദാൻ? എന്തിനാണ് നോമ്പ്? നോമ്പിന് ഏതൊക്കെ രൂപത്തിലുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് എന്നിത്യാദി വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ഖുതുബയിലൂടെ ഏറെക്കുറെ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. നോമ്പ് ഏതെല്ലാം രൂപത്തിൽ പരിശ്രമിച്ച് നോറ്റാലും അതിനെ വിഫലമാക്കി കളയുന്ന, നോമ്പിൻ്റെ മാത്രമല്ല സർവ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്ന
കുടുംബബന്ധം മുറിക്കുക എന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, അപകടങ്ങൾ ഉണ്ടാക്കുന്ന തിന്മയെക്കുറിച്ചും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് തന്നെ ചില പ്രതിജ്ഞകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. ചില പ്ലാനിങ്ങോടുകൂടെ, ചില ആസൂത്രണങ്ങളോടുകൂടെ ആവണം റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. റമദാൻ മാസം കണ്ടു, റമദാനിലേക്ക് പ്രവേശിച്ചു, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു. അങ്ങനെ ഒരു കൂടികളായി നമ്മൾ നോമ്പെടുത്തു. എല്ലാവരും രാത്രി തറാവീഹിന് പള്ളിയിൽ പോകുന്നുണ്ട്, അങ്ങനെ നമ്മളും പോയി. പള്ളികളൊക്കെ സാധാരണത്തിലും കുറച്ച് സജീവമാണ്, അങ്ങനെ നമ്മളും ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്നതിലപ്പുറത്ത് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടെ ആവണം വിശുദ്ധ റമദാനിനെ നമ്മൾ വരവേൽക്കേണ്ടത്. ജമാഅത്ത് നമസ്കാരങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏത് സന്ദർഭത്തിലും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ധാരാളം പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ജമാഅത്ത് നമസ്കാരം, അത് വിശുദ്ധ റമദാനിലാകുമ്പോൾ, വിശുദ്ധ റമദാനിന്റെ മഹാത്മ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദിനരാത്രങ്ങളിലാകുമ്പോൾ അതിനേറെ പവിത്രതയുണ്ടെന്നും അത് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പരിശീലനമാക്കി കൂടെ എടുത്തുകൊണ്ട് ആ റമദാനിൽ ദൃഢനിശ്ചയത്തോടുകൂടെ കൃത്യമായ സമനിഷ്ഠയോടുകൂടെ മസ്ജിദിൽ വന്നുകൊണ്ട് തന്നെ ആ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കാളികളാവാനും പള്ളികളെ ഒരു നിറസാന്നിധ്യമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായ നിയ്യത്തോടുകൂടെ തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരാകണം. അതേ രൂപത്തിൽ തന്നെ തറാവീഹ് നമസ്കാരം, നമ്മുടെ പള്ളികളിലൊക്കെ സജീവമായി നടക്കുന്ന തറാവീഹ് നമസ്കാരം നമ്മൾ ഓരോരുത്തരും സജീവമായി പള്ളിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തണം. നോമ്പ് തുറയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നോമ്പ് 10 വരെയൊക്കെ പള്ളികളിൽ സജീവമാകുകയും 10-ന് ശേഷം പിന്നെ പല നോമ്പ് തുറകളും 20-ന് ശേഷം പല ഷോപ്പിങ്ങുകളും ഒക്കെ ആയിക്കൊണ്ട് തറാവീഹ് നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ പല ഇടങ്ങളിലുമുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കുക, അത്തരം നോമ്പല്ല ഈ വരുന്ന നോമ്പ്. ഈ നോമ്പിനെ ഞാൻ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സജീവതയോടുകൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ ഞാൻ പ്രയത്നിക്കുമെന്ന ഒരു പ്രതിജ്ഞാബദ്ധമായ മനസ്സുമായിട്ടാവണം റമദാനിന്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലേക്ക് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും കാലെടുത്തു വെക്കേണ്ടത്. കൂടെ സാന്ദർഭികമായി ഒന്നുകൂടെ സൂചിപ്പിക്കട്ടെ, തറാവീഹ് നമസ്കാരം സുന്നത്താണ്. അതങ്ങനെ പറയാൻ പലരും ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്തിന് എത്താതെ തറാവീഹിനാണ് എത്തുക. തറാവീഹിന് പോകണ്ടേ, തറാവീഹിനെത്തണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ് പലരുടെയും മനസ്സിലുണ്ടാകും. എന്നാൽ അതിനേക്കാൾ എത്രയോ മഹാത്മ്യവും ശ്രേഷ്ഠതയും പ്രാധാന്യവും ഗൗരവവും ഉൾക്കൊള്ളുന്ന നമസ്കാരമാണ് ഇശാ നമസ്കാരം എന്നത് വിസ്മരിച്ചുകൊണ്ടാവരുത് നമ്മുടെ തറാവീഹ് നമസ്കാരം. തറാവീഹിനല്ല, ഇശാ ജമാഅത്തിന് തന്നെ കൃത്യമായി പള്ളിയിലേക്ക് എത്താൻ നമ്മളും നമ്മുടെ കുടുംബവും ഒക്കെ അത്തരത്തിലുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായ മനസ്സോടുകൂടെ റമദാനിലേക്ക് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അതേ രൂപത്തിൽ തന്നെ ഈ വിശുദ്ധ റമദാനിനുള്ള മാഹാത്മ്യം, അല്ലെങ്കിൽ റമദാനിനെ റമദാനാക്കി മാറ്റിയത് പരിശുദ്ധമായ ഖുർആനിന്റെ അവതീർണത കൊണ്ടാണ്. ആ ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റമദാൻ. നമ്മൾ ഇന്നും ഇന്നലെയും അതല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എത്ര ദിവസങ്ങളിലാണ് ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളത്, എത്ര സമയമാണ് ഖുർആൻ പാരായണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്ഥിരമായി നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ഖുർആൻ ഓതുന്ന ഒരുപാട് ആളുകളുണ്ട്, അതിനുവേണ്ടി സമയം നീക്കി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പലർക്കും അതിനൊന്നും പലപ്പോഴും സമയം കിട്ടാറില്ല. പക്ഷേ സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരു അവസ്ഥ വിശുദ്ധ റമദാനിൽ നമുക്ക് ഉണ്ടായിക്കൂടാ. കാരണം റമദാനിനെ റമദാനാക്കിയത് ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് കൃത്യമായ ഒരു സമയം, അത് ഏതൊക്കെ നമസ്കാരങ്ങൾക്ക് ശേഷം, അത് എത്ര ജുസ്. വിശുദ്ധ റമദാൻ അവസാനിച്ചിട്ടും ഒരു ഖത്ം പോലും തീരാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അത്തരമൊരു റമദാനായി മാറരുത്. ഒരു ജുസ് എങ്കിലും, അത് ഞാൻ മിനിമം പറഞ്ഞതാണ്, അതിലൊതുക്കണം എന്നല്ല, ഒരു ജുസ് എങ്കിലും നിർബന്ധമായിട്ടും ഒരു ദിവസം നമ്മൾ പാരായണം ചെയ്യണം.
അങ്ങനെയാകുമ്പോ 30 ദിവസം കൊണ്ട് ഒരു ഖത്തും പാരായണം ചെയ്യാൻ, ഒരു പൂർണ്ണമായിട്ട് 30 ദിവസവും പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും. സഹോദരങ്ങളെ, പാരായണത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല, അതിന്റെ ശ്രേഷ്ഠതയും മഹാത്മ്യവും ഒക്കെ നമുക്കറിയാം. ചുരുങ്ങിയ രൂപത്തിൽ അതിന്റെ ആശയങ്ങൾ പഠിച്ചു തുടങ്ങാനുള്ള ഒരവസരമായി റമദാനിനെ നമ്മൾ കാണണം. തുടങ്ങാനുള്ള ഒരു അവസരമായിട്ട് തഫ്സീറുകൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ പള്ളികളിലുണ്ട്. അതിന്റെ ഏത് തഫ്സീർ, ഇംഗ്ലീഷ് വേണോ, അറബി വേണോ, മലയാളം വേണോ, ഏത് വേണോ, അതൊക്കെ നമ്മുടെ മൊബൈൽ, നമ്മുടെ വിരൽത്തുമ്പുകളിൽ ലഭ്യമാകുന്ന ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ സമീപത്ത് റബ്ബേ, നിന്റെ ആശയങ്ങൾ, നിന്റെ ആദർശങ്ങൾ, നിന്റെ ആയത്തുകൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ ഒരു കാരണവശാലും കാരണം ബോധിപ്പിച്ച് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല എന്ന ഗൗരവമേറിയ വിഷയം നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാവണം. അതിന് ഈ റമദാൻ ഒരു തുടക്കമാവട്ടെ. ഈ റമദാനിൽ കേവല പാരായണത്തിനപ്പുറത്ത്, അങ്ങനെ പാരായണം ചെയ്ത് പ്രതിഫലം വാങ്ങുന്നതിനപ്പുറത്തേക്ക് അതിന്റെ ആശയവും അള്ളാഹുവിന്റെ ആദർശവും ഖുർആനിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേ രൂപത്തിൽ തന്നെ നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമദാൻ, പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ റമദാനിലാകുമ്പോ അങ്ങേയറ്റം ഔദാര്യവാനായിക്കൊണ്ട് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ്? നമുക്ക് മാതൃകയാണത്. ഈ വിശുദ്ധ റമദാനിൽ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും. പാവപ്പെട്ടവർ, രോഗികൾ, അബലകൾ, വൃദ്ധകൾ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, മരുന്നിന് കാശില്ലാത്തവർ, പല രൂപത്തിലുള്ള സഹായങ്ങൾ അർപ്പിച്ച് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോ സഹോദരങ്ങളെ, മുഖം ചുളിക്കരുത്, മനസ്സിൽ പ്രയാസമുണ്ടാവരുത്. നമുക്കൊണ്ട് എത്രയാണോ പറ്റുന്നത് സന്തോഷത്തോടെ, ആവേശത്തോടെ, പ്രതിഫലം മോഹിച്ചുകൊണ്ട്, ഇഖ്ലാസോടെ, നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് അത് നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു പ്രതിജ്ഞയോടുകൂടെ, ഇത്തരം താല്പര്യങ്ങളോടുകൂടെ, ഇത്തരം പുണ്യങ്ങളൊക്കെ വാരിക്കൂട്ടാൻ, ഇത്തരം നന്മകളൊക്കെ പ്രവർത്തിക്കാൻ ആവേശത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ റമദാൻ ഞാൻ പ്രയോജനപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മൾ റമദാനിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ, അത് നോമ്പ് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വീകരിക്കണമെങ്കിൽ റബ്ബിന് നമ്മൾ ഒരു നോമ്പെടുക്കുമ്പോൾ ആ നോമ്പ് പ്രതിഫല യോഗ്യമായി തീരണമെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മല്ലം യുജ്മിഉ സിയാമ ഖബല അൽ ഫജ്രി ഫലാ സിയാമ ലഹു. നോമ്പിന് നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിയ്യത്ത് വെക്കാത്ത ഒരാൾക്ക് നമസ്കാരമില്ല. ഏതൊരു കർമ്മങ്ങളും ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഏത് കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്? നിയ്യത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നിയ്യത്തില്ലാത്തവന്റെ നോമ്പില്ല. നിയ്യത്തില്ലാത്തവൻ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. നിയ്യത്ത് കളങ്കപ്പെട്ടവന്റെ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. നിയ്യത്തുണ്ട്, പക്ഷെ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളാണ്. നിസ്കരിക്കുമ്പോൾ മറ്റെന്തോ ലക്ഷ്യം, സദഖ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ പ്രശംസയും നല്ല വാക്കുകളും കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നിയ്യത്തുണ്ട്, പക്ഷെ നിയ്യത്ത് മാറിപ്പോയി. അത്തരം നിയ്യത്തുമായി കൂടാ. അതുകൊണ്ട് തന്നെ നിയ്യത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും നിയ്യത്ത് വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? പലർക്കും സംശയമാണ്, പലർക്കും അറിഞ്ഞുകൂടാ. പലരും നബൈതു സൗമഗദിൻ അൻ അദാഇ ഫർദി റമദാൻ ഹാദിഹി സന ലില്ലാഹി തആല എന്ന് നിയ്യത്ത് വെക്കാറുണ്ട്. ചിലർക്ക് ഇത് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ചില പള്ളികളിൽ നിന്ന് തറാവീഹ് നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ വിത്ർ നമസ്കാരത്തിന് ശേഷമൊക്കെ ഇമാമ് തിരിഞ്ഞിരുന്നിട്ട് അത് ചൊല്ലിക്കൊടുക്കുകയും മഅ്മൂമിങ്ങൾ ഏറ്റുചൊല്ലുകയും ചെയ്യുന്ന രീതിയൊക്കെയുണ്ട്. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു നിയ്യത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, നമസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്, നമസ്കാരത്തിൽ ഓരോ ദിക്റുകളും പഠിപ്പിച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നോമ്പ് നോൽക്കുമ്പോഴുള്ള നിയ്യത്ത് ഏത് സ്വഹീഹായ ഹദീസിലാണുള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ചു നോക്കൂ, പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചില്ല. മാത്രമല്ല, നിയ്യത്തിന്റെ സ്ഥാനം മഹല്ലു നിയ്യത്തി അൽ ഖൽബു. എവിടെയാണ്? ഖൽബാണ്. ഖൽബിൽ നിന്നാണ്. മനസ്സിൽ ഉദ്ദേശം, നാളെ ഞാൻ നോമ്പെടുക്കുമെന്നുള്ള ഉദ്ദേശം എന്ന കരുതൽ അത് മനസ്സിലാണ്. നാവുകൊണ്ട് കരുതാൻ പറ്റില്ലല്ലോ, ഇല്ല.
നാവ് കൊണ്ട് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിയ്യത്തുണ്ടാവണം. ആ നിയ്യത്ത് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് കാണാം. നിയ്യത്ത് ചൊല്ലി പറയുക, ലഫ്വാക്കി പറയുക എന്നുള്ളത് അത് നിയമമാക്കപ്പെട്ടതല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്തതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിയ്യത്ത് നമ്മുടെ നാവിലല്ല മറിച്ച് ഖൽബിലാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതേ രൂപത്തിൽ തന്നെ നിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ചൊല്ലിക്കൊടുക്കുന്ന ഏർപ്പാടുകൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട് രൂപത്തിൽ, ഒന്നുകിൽ ഓരോ ദിവസവും സുബഹയുടെ മുമ്പായിട്ട് നമുക്ക് മനസ്സിൽ കരുതാം നിയ്യത്ത്, അതല്ലെങ്കിൽ റമദാനിന്റെ തുടക്കത്തിൽ തന്നെ ഈ വർഷത്തെ 30 നോമ്പും ഞാൻ എടുക്കുമെന്ന നിയ്യത്ത് ഉണ്ടായാൽ മതി. ചില ആളുകളൊക്കെ തലേന്ന് നിയ്യത്ത് വെക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് രാത്രി കിടക്കും, പൊലിച്ചക്ക് എണീറ്റിട്ടില്ല, അതല്ലെങ്കിൽ അത്തായം കഴിക്കാൻ ലേറ്റായി, അല്ലെങ്കിൽ നിയ്യത്ത് വെക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് നോമ്പെടുക്കാത്ത അവസ്ഥയ്ക്കുണ്ട്. സഹോദരങ്ങളെ, അത്തരം നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കുമ്പോൾ നാളെ നോമ്പെടുക്കണം എന്ന് നമ്മളെ മനസ്സിലില്ലേ? അത് നിയ്യത്ത് ഒരു മഹാസംഭവമാക്കി കാണുകയും നിയ്യത്ത് എന്തോ ഒരു പ്രശ്നമായി കാണുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിയ്യത്ത് നമ്മുടെ മനസ്സിലാണ്. വളരെ ലളിതമായി നമുക്ക് ഓരോരുത്തർക്കും അത്തരം നിയ്യത്തുകൾ ലളിതമായി തന്നെ നിർവഹിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് സൂചിപ്പിക്കാനുള്ളത് അത്തായം കഴിക്കുക എന്നുള്ളതാണ്. അത്തായം പല ആളുകളും ചിലപ്പോൾ രാത്രി തന്നെ കഴിച്ച് കിടക്കുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ ഭക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല, അത്തായം ഇല്ലാതെ തന്നെ നോമ്പെടുക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റും, ഞാൻ അങ്ങനെ അത്ര ആരോഗ്യമില്ലാത്ത വ്യക്തിയൊന്നുമല്ല, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ അത്തായം കഴിക്കണം, നിങ്ങൾ കഴിക്കുന്ന അത്തായത്തിൽ അതിൽ ബറക്കത്തുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. അതുകൊണ്ട് തന്നെ അത്തായം നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ട് ആ വിഷയപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത് ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബി അഖിലത്തുസ് സഹർ. നമ്മുടെയും അതുപോലെ തന്നെ വേദക്കാരുടെയും അഹ്ലി കിതാബിന്റെയും ഇടയിലുള്ള നോമ്പിന്റെ വ്യത്യാസം എന്നത് തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണ്? അഖിലത്തുസ് സഹർ, അത്തായം കഴിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സഹൂറു അക്ലുഹു ബറക, അത്തായം കഴിക്കുന്നത് അനുഗ്രഹീതമാണ്, ഫലാ തദഉ, അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വലൗ അൻ യജ്റഅ അഹദുക്കും ജുർഅതൻ മിൻ മാഇൻ, നിങ്ങൾക്ക് ആവശ്യമില്ല അത്തായം, എന്നാൽ ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും, നോക്കൂ റസൂലുള്ളാഹിന്റെ പ്രയോഗം, ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അത്തായം നിങ്ങൾ കഴിക്കണം. ഒരാവശ്യമില്ലെങ്കിലും അതിൽ ബറക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട്. മാത്രമല്ല അത്തായം കഴിക്കുന്ന ആളുകൾക്ക് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകും, അള്ളാഹു അവർക്ക് നന്മ ചൊരിഞ്ഞു കൊടുക്കുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ് അത്തായം കഴിക്കേണ്ടത്? ചില ആളുകൾ 1 മണിക്കും 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് അത്തായം കഴിക്കും. പണ്ടുള്ള പ്രായമുള്ള വല്യന്മാരൊക്കെ പറയാറുണ്ടായിരുന്നു, ഏകദേശം സുബഹി ആകുമ്പോഴേക്ക് കഴിച്ച ഭക്ഷണം എന്ത് ചെയ്യണം, അങ്ങ് ദഹിച്ചു പോകണം. അപ്പോഴേ നോമ്പിന്റെ ഒരു ഫീല്, നോമ്പ് അല്പം കഷ്ടപ്പാടോടുകൂടെ ആ ഒരു വിശപ്പൊക്കെ അറിഞ്ഞിട്ട് വേണം, നല്ല പ്രയാസത്തോടു കൂടെ ആവണം നോമ്പ്. അത്തായം സുബഹി ആകുമ്പോഴേക്ക് അങ്ങ് ദഹിച്ചു പോകണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാത്തുൻ മിൻ അഖ്ലാഖിൻ നുബുവ്വ, പ്രവാചകത്വത്തിന്റെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ 3 സ്വഭാവങ്ങളിൽപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന് തഅജീലുൽ ഇഫ്താർ, നോമ്പ് തുറക്ക് ധൃതി കാണിക്കുക. നോമ്പ് തുറ സമയമായ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, അത് അപ്പുറത്തെ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടില്ലല്ലോ, ഈ സമയം പത്രായിട്ടല്ലോ, എനിക്ക് അങ്ങനെ വിശപ്പൊന്നുമില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ, ഏതായാലും പത്രിയായില്ലേ. അല്ല, തഅജീലുൽ ഫിത്ര, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക. അവിടെ ബാങ്ക് കേൾക്കുക എന്നുള്ളതല്ല. ബാങ്ക് ചിലപ്പോൾ മൈക്ക് കേടായിരിക്കും, അതല്ലെങ്കിൽ ആള് ലേറ്റ് ആയി പോയിട്ടുണ്ടാവും, അല്ലെ പള്ളിയിലെ ക്ലോക്കിൽ വ്യത്യാസമാണ്. ഇതൊന്നുമല്ല, നമ്മുടെ അടുത്ത് ടൈം കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടോ, ബാങ്കിന് കാത്തു നിൽക്കേണ്ടതില്ല എന്നർത്ഥം. എങ്കിൽ കൃത്യമായി ബാങ്ക് കൊടുക്കുന്ന പള്ളിയാണോ, ആ പള്ളിയിലെ ബാങ്കിനനുസരിച്ചും തുറക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക.
അതേ രൂപത്തിൽ അത്തായം വൈകിപ്പിക്കുക. നോമ്പ് തുറ നേരത്തെയാക്കുക, കൃത്യസമയം പാലിക്കുക. അതുപോലെ തന്നെ അത്തായം അങ്ങോട്ട് വൈകിപ്പിക്കുക, സുബഹിയോട് ചേർത്ത് വെക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്പിയാക്കളുടെ രീതികളിൽപ്പെട്ടതാണ് ചര്യകളിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, തസഹർന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم قام الى الصلاه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പം ഞങ്ങൾ ഒരിക്കൽ അത്തായം കഴിച്ചു. അങ്ങനെ സുബഹി നമസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുകയും ചെയ്തു. ഈ സംഭവം പറഞ്ഞപ്പോൾ സഹാബി ചോദിക്കുകയാണ്, ഖുൽതു കം കാന ബൈനൽ ആദാനി വസ്സുഹൂർ, എത്രയായിരുന്നു ആ ബാങ്കിനും? നിങ്ങൾ അത്തായം കഴിച്ചല്ലോ, അത്തായം കഴിച്ചതിന് ശേഷമാണല്ലോ നിങ്ങൾ നിസ്കരിക്കാൻ വന്നത്. ഇതിന്റെ ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? നമുക്ക് പഠിപ്പിച്ചു തരാനാണ്. അദ്ദേഹം പറഞ്ഞു, അത് 50 ആയ ഒരാൾ 50 ആയത്ത് ഓതുന്ന സമയം, ഒരു 10 മിനിറ്റ്, ഏറിയ 15 മിനിറ്റ്, അത്രയേ ഉള്ളൂ. ഈ സമയമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തായം കഴിച്ചതിന് ശേഷം സുബഹി നമസ്കാരത്തിന് മുമ്പായിട്ടുണ്ടായിരുന്നത്. 1 മണിക്കും 2 മണിക്കും എഴുന്നേറ്റ് കഴിക്കുന്നത് പ്രവാചക ചര്യയല്ല എന്നുള്ളതാണ് ഇത്തരം ഹദീസുകളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ നോമ്പിന്റെ പകലുകൾ, അത് നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നോമ്പിന്റെ പകലുകളിൽ നമ്മൾ കഴിഞ്ഞ ഖുതുബയിലൂടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതേ രൂപത്തിൽ തന്നെ തഖ്വയോടുകൂടെ നമ്മുടെ കണ്ണിനെയും കാതിനെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഇംസാക്ക് ഉണ്ടാവണം, പിടിച്ചു വെക്കാൻ കഴിയണം. 2 രൂപത്തിലാണ് പിടിച്ചു വെക്കാൻ കഴിയുന്നത്. ഒന്ന്, നമ്മുടെ അവയവങ്ങളെ ഹറാമുകളിൽ നിന്ന് പിടിച്ചു വെക്കാൻ കഴിയണം. 2, ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാൻ, വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അതിന് നമുക്ക് സാധിക്കുന്നത്. അത്തരം നോമ്പുകളാണ് അള്ളാഹുവിന്റെ സമീപത്ത് നോമ്പായി മാറുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ നോമ്പ് തുറ എന്നുള്ളതാണ്. നോമ്പ് തുറക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ രീതി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, അസ്റ അന്നാസി ഇഫ്താറൻ വഅബ്തഅഹും സുഹൂറ, അവരുടെ രീതി എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് നിൽക്കും. ആ നോമ്പ് തുറന്റെ സമയത്ത് ഇങ്ങനെ ഇതിലേക്ക് കറങ്ങി ഇങ്ങനെ നടന്ന് വാങ്ക് എവിടുന്നോ കൊടുക്കുമ്പോൾ ഓടി വന്നിട്ട് തുറക്കുന്ന രീതിയല്ല. നോമ്പ് തുറക്കാനുള്ള സമയം അതിൽ റെഡി ആയിട്ട് നിൽക്കുക. സ്വഹാബത്തിന്റെ രീതി അതാണ്. അവർ എത്രയും പെട്ടെന്ന് നോമ്പ് തുറക്കുന്നവരായിരുന്നു. കാരക്കൊക്കെ എടുത്ത് വെള്ളമൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഉടനെ ബാങ്ക് കൊടുത്താൽ ഉടനെ നോമ്പ് തുറക്കുക, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക. എന്നാലോ അത്തായം കഴിക്കുന്നത് അത് മാക്സിമം അങ്ങോട്ട് പിന്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നോമ്പ് തുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് ഏറ്റവും ഹൈറലായിരിക്കും അവർ നോമ്പ് തുറക്ക് ധൃതി കാണിക്കുന്നിടത്തോളം കാലമെന്ന്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ആ സമയത്ത് മറ്റ് സംസാരങ്ങളൊന്നുമല്ല, ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഉത്തരം ലഭിക്കുന്ന സന്ദർഭമാണ്. പ്രാർത്ഥന നിരതമായ മനസ്സോടുകൂടി ഇരിക്കണം. കൂടാതെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന, നാടിഞരമ്പുകളൊക്കെ നനഞ്ഞിട്ടുണ്ട്, അതേ രൂപത്തിൽ തന്നെ ദാഹമൊക്കെ ശമിച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടെ ആവണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. ഇത്തരം പ്രാർത്ഥനകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കുകയും സൂക്ഷിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളായ അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് പലരും വിളിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, എങ്ങനെയാണ് രോഗികളുടെ നോമ്പ്? എന്താണ് രോഗികൾ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ വാർദ്ധക്യമുള്ള ആളുകൾ, നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യണമെന്നുള്ള സംശയം പലപ്പോഴും നോമ്പുമായി ബന്ധപ്പെട്ട നോമ്പിനോടടുത്ത സന്ദർഭത്തിലൊക്കെ പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം,
രോഗം രണ്ട് രൂപത്തിലാണ്. ഒന്ന് ചിലപ്പോൾ ഒരു പനിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില വേദനകളോ, കുറച്ച് കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് മാറാവുന്ന ചില അസുഖങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് നോറ്റ് വീട്ടുക എന്നുള്ളതാണ് അള്ളാഹുവും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രമാണബദ്ധമായ വിഷയം. അതാണ്. എന്നാൽ മാരകമായ അസുഖങ്ങൾക്ക് അടിമപ്പെട്ട, ഇനി ഒരു ശമനം പ്രതീക്ഷിക്കാത്ത ആളുകളുണ്ടാകും. മാറാത്ത അസുഖമാണ്, നോമ്പെടുക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫിദിയ നൽകുക എന്നുള്ളതുമാണ് അതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത്. ഫിദിയ, പ്രായശ്ചിത്തം നൽകിയാൽ മതി, നോമ്പെടുക്കേണ്ടതില്ല. നോമ്പെടുക്കാൻ അവർക്ക് സാധ്യമല്ലല്ലോ. ഇതേ രൂപത്തിൽ തന്നെ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തിയ ആളുകൾ, അവർക്കും നോമ്പെടുക്കാൻ പ്രയാസം ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ശാരീരികമായി ആരോഗ്യപരമായ പ്രയാസങ്ങൾ, ഇതേ രൂപത്തിൽ തന്നെ മാറാ രോഗങ്ങളുള്ള ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നതാണ് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾ രോഗികളാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരാണ്, യാത്രക്കാർക്കും ഈ ഇളവ് ഉപയോഗപ്പെടുത്താം. ആ യാത്ര കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്താൽ മതി? നോമ്പെടുത്താൽ മതി. അവർ പിന്നീട് ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിവസങ്ങളിൽ അത് നോറ്റ് വീട്ടിയാൽ മതി എന്ന്. ഇനി അതേ രൂപത്തിൽ തന്നെ വഅലല്ലദീന, സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ വചനമാണ്. വഅലല്ലദീന യുതിഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. ഞെരുങ്ങി മാത്രം, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പെടുക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഫിദിയത്തുൻ തആമു മിസ്കീൻ, പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഭക്ഷണം നൽകുക, അതാണ് അവരുടെ ഫിദിയ. എന്താണ് ഫിദിയ, അതെങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളതിൽ പലർക്കും സംശയമുണ്ട്. ഫിദിയ പല അഭിപ്രായം. മുദ്ദ് കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. ഒരു മുദ്ദ് ഒരു 600-700 ഗ്രാമാണ് മുദ്ദ് എന്നത്. എന്നാൽ അത് ഇമാം ഷാഫിഈയുടെ അഭിപ്രായമാണ് ഒരു മുദ്ദ് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ ഇമാം അഹ്മദിന്റെ അഭിപ്രായം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹം പറയുന്നത് അരസാ കൊടുക്കുക എന്നതാണ്. അഥവാ 2 മുദ്ദ്, ഒരു മുദ്ദല്ല 2 മുദ്ദ് പ്രായശ്ചിത്തമായി നൽകുക എന്നാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് ഒരു സ്വാ നൽകുക എന്നുള്ളതാണ്. അപ്പം ഒരു സ്വാ എന്ന് ഇമാം അബൂ ഹനീഫയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ അരസ്വാ അഥവാ 2 മുദ്ദ് എന്നും ഇമാം ഷാഫി ഒരു മുദ്ദ് എന്നും പറയുന്നത്. പല രൂപത്തിലുള്ള വ്യത്യസ്തമായ വീക്ഷണം ഈ വിഷയത്തിലുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ളൊരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുർആനോ കൃത്യമായി ഇതിനൊരു അളവ് പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫിദിയത്തുൻ തആമു മിസ്കീൻ, പാവപ്പെട്ട ആളുകൾക്ക്, ഒരാൾക്ക് ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക, അതാണ് അതിൻ്റെ ഒരു അളവ്. എന്നാലും ഇതിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പ്രബലാഭിപ്രായമായി എടുക്കുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായമാണ്. അഥവാ 2 മുദ്ദ്, അരസ്വാഗ്. ഒരു സ്വാഗ് ഏകദേശം 2 കിലോയിലധികം, 2-2.5 കിലോന്റെ ഉള്ളിലാണ് വരിക. എന്നാൽ അരസ്വാഗ് എന്ന് പറയുമ്പോൾ ഒരു 1-1.25 കിലോ. ഇതാണ് ഒരു പ്രായശ്ചിത്തമായി ഫിദിയായിട്ട് നമ്മൾ നൽകേണ്ടത് എന്നും സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് പാവപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ നൽകേണ്ടത്. അത് നൽകുന്ന സമയത്ത് നമ്മളെ മുഖ്യാഹാരമായ, നമ്മളെ നാട്ടിലെ മുഖ്യാഹാരം അരിയാണ് നമ്മൾ ഫിദിയായിട്ട് നൽകുക. അപ്പൊ അരി മാത്രം നൽകാതെ, അരി നൽകിയാലും അത് വീടും, അരി മാത്രം നൽകാതെ, ഒരു ഭക്ഷണം എന്നാണല്ലോ പറഞ്ഞത്, അരി മാത്രം വെച്ച് കഴിക്കുക എന്നതല്ലല്ലോ നമ്മളെ രീതി. അപ്പൊ അതിന് പറ്റാവുന്ന, അതിന് കൂടെ നൽകേണ്ട സാധനങ്ങൾ കൂടെ നൽകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വാർദ്ധക്യ സന്ദർഭത്തിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ നോമ്പെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 30ഓളം അഗതികളെ, പാവപ്പെട്ടവരെ വിളിച്ചു വരുത്തി അവർക്കൊക്കെ ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്ത ആ ഒരു സന്ദർഭവും നമുക്ക് കാണാൻ കഴിയും. ആ രൂപത്തിലും ചെയ്യാവുന്നതാണ് എന്നർത്ഥം. നമ്മളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താം. അതല്ലെങ്കിൽ 30 പാവപ്പെട്ട ആളുകൾ ഒരുമിച്ച് എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. തആമു മിസ്കീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഫിദിയ, രോഗികൾ, അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അവർ നോമ്പെടുക്കണോ നോമ്പെടുക്കേണ്ട, ഇതാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ഫിദിയ എത്രയാണ്, എപ്രകാരമാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതുമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, നിയമാവലികൾ അതൊക്കെ സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.